അധ്വാനത്തിൻ്റെ സമയം കഴിഞ്ഞു. ഇനി കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സമയമാണ്. അപ്പോൾ അമ്മനെയും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? ഒരു ചെറിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. കുറേ നാളായിട്ട് അമ്മ ഫ്രിഡ്ജ് വാങ്ങുമെന്ന് പറയണ്ടായിരുന്നു. വിലയൊക്കെ കേട്ട് നോക്കിയിരിക്കണം. അവസാനം നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ഫ്രിഡ്ജ് അങ്ങോട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഓക്കെ ആക്കിയിട്ട് അവിടെ എത്തിയപ്പോഴേക്കും വീട്ടിലെ ആൾക്കാരെത്തിയപ്പോഴേക്കും ബാക്കി പണികളെല്ലാം തുടങ്ങി. അതായത് ക്രിസ്മസ് ട്രീ അല്ല, ക്രിസ്മസ് പുല്ലാണ് ഞങ്ങൾ ഇപ്രാവശ്യം. ഇതെന്താ അടുത്ത ട്രീ നോക്കട്ടെ, ഇത് കൊള്ളാം. മണി വരെ ഹായ് ഹായ് പറയൂ. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസിന്റെ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസ് ഉണ്ടായിരുന്നു. ഇന്നലെ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ കൊണ്ടിരുന്നാണ് അവർ പറഞ്ഞത്. കാരണം നമ്മൾ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അമ്മ സന്തോഷം സന്തോഷം ഫ്രിഡ്ജ് മേടിക്കണം നീ ഇരിക്കുന്നത് അപ്പൊ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പഴാണ് അത് പറ്റിയത്. ഞാനൊക്കെ കിടന്ന എന്താ ചെയ്യാ. ഞാനേ തല കണ്ടിട്ട് നോക്കണേട്ടാ. കുളിച്ചു, പക്ഷെ കുളിച്ചാലും തല ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ എൻ്റെ തല ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് വരുന്നവരൊക്കെ എന്നിട്ട് അങ്ങനെ കൈയാട്ടി വിളിക്കണം. അതെ അതെ, ക്രിസ്മസ് ആയാലും ഇതായാലും നമ്മൾ കറപ്പിടുമ്പോൾ ഒരു പ്രത്യേകത. കറുപ്പിനഴക് ചോന്നമ്മ. ഫ്രിഡ്ജ് ഇവിടൊന്ന് ഫ്രിഡ്ജ് വരാൻ പോണു. ഫ്രിഡ്ജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം വെള്ളം വെക്കുന്ന വലിയ ആൾക്കാരായി പിള്ളേരൊക്കെ. വരണില്ല എന്നാ വരാത്ത വരുന്നു ഇഷ്ടായ ആൾക്കാര് കാണട്ടെ. ഫ്രിഡ്ജെത്തി ഇതെന്ത് ഐസ്ക്രീം വണ്ടി വന്ന പോലെ. ഫ്രിഡ്ജ് ഹലോ, ഫ്രിഡ്ജ് അങ്ങനെ ഫ്രിഡ്ജ് കൊണ്ടുവന്ന ചേട്ടനെ യാത്രയാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാടാ വീടെന്ന് പറഞ്ഞിട്ടേ 3 അവിടെ കേറിയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ആ ചെറുതും കേറിയിരുന്നു. കുറുമ്പ് എന്നൊക്കെ പറഞ്ഞാലേ ഒരുമാതിരി കുറുമ്പ്. ഇങ്ങനെയുണ്ടോ കുറുമ്പ്? നിങ്ങൾ പറ, എന്താ ചെയ്യാ? അതുകൊണ്ട് തന്നെ ഞാനും അവരെ ഗ്രൂപ്പിൽ അങ്ങോട്ട് ചേർന്നു. അവിടെ ഒരു സൈഡില് കുട്ടികളുടെ കളികളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണ കാണാനായിട്ട് ഭയങ്കര രസമായിട്ടാ. എന്റെ ചിക്കൻ്റെ ഒക്കെ തുറന്നപ്പോഴുണ്ടൊരു മണം. എന്റെ പൊന്നോ, എന്ത് രസം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ചിക്കൻ, പൈനാപ്പിൾ, മീൻ പൊരിച്ചത്, ബീഫ് എല്ലാം കൂടെ സദ്യ അങ്ങോട്ട് സെറ്റായി. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഈ ചാനലിൽ. അതിനുവേണ്ടി മനസ്സിനും എല്ലാത്തിനും ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പണ്ടേ മുതൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാം. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ
എന്തൊക്കെയാ പറയണ്ടേ, ഇനി കുറച്ച് സൈലന്റ് ആവല്ലേ, അങ്ങനെയൊക്കെ. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ, ബൈ.